ചെറുശ്ശേരി കൈലാസം മഠം. ഇവിടെയാണ് ചെറുശ്ശേരിക്കാർ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാമനാഥയ്യർ സീതാരാമയ്യർ എന്ന CBIയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ജനിച്ചതും വളർന്നതും. നാട്ടിൽ ഓണാവധിക്കാലം ചെലവഴിക്കാനെത്തിയ അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഡൽഹി CBI ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. ഹലോ, അതെ, നമ്പർ അത് തന്നെയാ. സേതുരാമയ്യര് ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ സിസ്റ്ററാ. ഒരു മിനിറ്റ്, ഞാൻ ഹസ്ബൻഡിന്റെ കൈ കൊടുക്കാം. യാരോ അഡ്രസ് കേക്കറ. ഹലോ, ഞാൻ കൃഷ്ണൻ. നമ്പറൊക്കെ അത് തന്നെ. സേതുരാമയ്യരല്ല, കൃഷ്ണൻ, അദ്ദേഹത്തിന്റെ അളിയൻ. അംബിസാമിന്ന് വിളിക്കും. അല്ല, നിങ്ങൾ ആരാ? ഞാൻ സേതുവിന്റെ ഫ്രണ്ടാ. സേതുവിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാല് ഫ്രണ്ടിന്റെ പേരില്ലേ? ആ പേര് പറയേണ്ടി വരും. പേര് പറഞ്ഞില്ലെങ്കിലേ ആളെവിടെയാണെന്ന് പറയാൻ ഇപ്പൊ സൗകര്യമില്ല. അത്ര തന്നെ. ഞാൻ DGP ആണ് സംസാരിക്കുന്നത്. DGPയോ? ആ, DGP വിളിച്ചത്. സേതുവിന്റെ ഫ്രണ്ട്. ആളറിയാതെ ഞാൻ എന്നാകെ പോവുതോ. ആകെ പോകരുത് ചൊല്ലട്ടുമാ. ബാക്കി വെച്ചേക്കല്ല പോലീസുകാര്. വണക്കം. വണക്കം. സേതുരാമയ്യരുടെ വീടല്ലേ ഇത്? ആളറിയാതെ ഫോണിലൂടെ. അദ്ദേഹം ഇല്ലേ ഇവിടെ? മന്നിച്ചിരുന്നോ? സേതു അമ്പലത്തിൽ തൊഴാൻ പോയി. ഓക്കെ ഓക്കെ, ജീപ്പിലോട്ട് കയറി. നമസ്കാരം സാർ. നമസ്കാരം സാർ. എന്താ എല്ലാരും കൂടെ ഭണ്ണാരപ്പെട്ടിട്ട് ചുറ്റും നിൽക്കുന്നേ? കുറച്ച് നാളായി വല്ലാത്ത ധർമ്മസങ്കടത്തിലാ സാറ് ഞങ്ങള്. 4-5 മാസങ്ങളായി തുടങ്ങിയിട്ട്. ഭണ്ണാരം എണ്ണാൻ തുറന്നാൽ നോട്ടൊന്നും കാണില്ല. 50-ന്റെയും 100-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഇട്ട പലരെയും ഞങ്ങൾക്കറിയാം. ഞങ്ങളിൽ പലരും ഇട്ടിട്ടുണ്ടേ, പക്ഷെ ഭണ്ഡാരം തുറന്നാ ഒന്നുമില്ല. എന്നാൽ ഭണ്ണാരം കുത്തിപ്പൊളിക്കുകയോ പൂട്ട് തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ നോട്ടൊക്കെ എവിടെ പോയി? സാർ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം. അതെ സർ. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? കംപ്ലൈന്റ് ചെയ്തു സാർ, പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. 3-4 പ്രാവശ്യം സംഘം ചേർന്ന് വന്ന് ചായയും മസാല ദോശയും വിഴുങ്ങി ബിൽസും വാങ്ങിച്ചു വലിച്ചിട്ട് പോവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞ കമ്മിറ്റിക്കാർക്ക് 1,500 രൂപ നഷ്ടം. അതേ നടന്നുള്ളൂ. എന്തോ സംശയം തോന്നി ഒരു സാധുവിനെ കൊണ്ടേ കുറെ ഇടിച്ചു. അതാ ഉണ്ടായത്. രണ്ട് പച്ചറിക്കലും കുറച്ച് ചക്കമുളഞ്ഞിനും സംഘടിപ്പിക്കാൻ പറ്റുമോ? അതിനെന്താ, സംഘടിപ്പിക്കാം സാർ. ഇപ്പൊ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന്? അത് ശരി, അപ്പൊ സാറായിരുന്നല്ലേ ഇത്? ഞാൻ നിങ്ങളെ തന്നെ കുറ്റം പറയുള്ളൂ. ഒന്നാമത് ഇത്രയും വലിയൊരു ഹോൾ ഇടാൻ പാടില്ല. ഇനിയിപ്പോ അഥവാ ഇട്ടെന്നിരിക്കട്ടെ, അതൊരു സൈഡിലാണെങ്കിൽ പോലും ഇത് സംഭവിക്കില്ലായിരുന്നു. ഏതായാലും കള്ളൻ കപ്പലില്ലെങ്കിൽ കരയിൽ തന്നെ ഉണ്ടാവും. ഈ അമ്പലവും പരിസരവും നന്നായിട്ട് അറിയുന്ന ഒരാൾ ഒന്ന് അന്വേഷിച്ച് നോക്ക്. മാഷേ, കൈ കൊടുക്ക്. ഉഗ്രൻ. ഇതുപോലെ റേഡിയോ സ്ട്രൈക്ക് ചെയ്തപ്പോ എന്റെ ചെവിയിൽ പറഞ്ഞു തന്നിരുന്നെങ്കിൽ. അല്ല, സേതുരാമയ്യരുടെ മരുമകൾക്കും ബുദ്ധിയുണ്ടെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് മനസ്സിലാക്കിയേനെ. അങ്ങനെ ഇപ്പൊ ഷൈൻ ചെയ്യണ്ടോ. ഇറങ്ങട്ടെ. ഇപ്പൊ വന്നേ ഉള്ളൂ സാർ. വീട്ടിൽ ചെന്നപ്പോ ക്ഷേത്രത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അളിയനെയും കൂട്ടി ഇങ്ങോട്ട് പോയി. രക്ഷപ്പെട്ട്. നിങ്ങൾ തിക് ഫ്രണ്ട്സാ? நான் என்னமோ நினைச்சேன். நைஸ் டு மீட் யூ. അമ്പലത്തിലെ പ്രസാദാണ്. ഓ താങ്ക്സ്. அப்பா சாப்பிடாத. ஏற்கனவே சுகர் கம்ப்ளைண்ட் இருக்கு. தேங்காய் வித்த காசு அக்கவுண்ட்ல போட்டுமா? ലക്ഷ്മി எதுக்கு? അതെ, ഏൽപ്പിക്കാൻ പറഞ്ഞ ഏൽപ്പിക്കാം. ജാസ്തി പേശ വേണ്ട അമ്പിസാമി. കൊടുത്തേക്ക്. അവൾക്ക് എന്താ പ്രിന്ററോ മറ്റോ വാങ്ങിക്കാൻ? പ്രിന്ററാവത് മണ്ണാങ്കട്ടിയാവത് ഇരിക്കതേ പോതും അമ്മ. അപ്പാവ് വാങ്ങി തരില്ല. ആരുടെങ്കിലും കാല് പിടിച്ച് വാങ്ങിക്കാന്ന് വെച്ചാൽ അതിന് ഉടക്ക്.
കിട്ടണ കാശ് മുഴുവൻ ആനക്കാർക്കും മേളക്കാർക്കും കൊടുക്കാൻ ഒരു വിഷമമില്ല അപ്പാവക്ക്. അവളൊരു പ്രിന്റർ വാങ്ങുന്നതിലാ കുഴപ്പം. എന്നാ. നീ ഒരുത്തനാക്കി പെങ്ങളെല്ലാം വഷളാക്കുന്നത്. ഇനി ഇവിടെ ഇന്നാലേ ബാങ്കിലിടാൻ പൈസ കാണത്തില്ല. അയ്യോ. ഞാൻ പോരേമ്മാ. ഉച്ചയ്ക്ക് സാപ്പാടുക്ക് മുന്നേ വരുമാ? സമയം ഇരുന്നാ വരും. ആമാ. പോണ വഴിക്കോ ഇടയ്ക്കോ ചെണ്ടയോ കണ്ട അതിന്റെ കൂടെ ലഞ്ച്. ചാക്കോ ഇരിക്കെ. ഇപ്പൊ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് മനസ്സിലായില്ലേ? അളിയൻ ബാങ്കിലോ മറ്റോ ആയിരുന്നല്ലോ, ഇപ്പോ? അതെ, ഇവിടെ അടുത്ത് ലോഡ് കൃഷ്ണ ബാങ്കിലായിരുന്നു. ഇടയ്ക്ക് പ്രൊമോഷനോട് നോർത്തിലേക്ക് ട്രാൻസ്ഫർ ആയി. പോയില്ല, VRS എടുത്തു. അതെന്ത്? അവിടെ ആനയും മേളവും പൂരമൊന്നും ഇല്ലല്ലോ, അത് തന്നെ കാരണം. കുഞ്ഞെ ഒരു 5 മിനിറ്റ്. ഓ അച്ഛൻ പോയിട്ട് വാ. ആട്ടോക്കാരും നല്ല ഭാഷ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഇനി നാട് നന്നാവും. അച്ചോ അധികം താമസിച്ചായി എക്സ്ട്രാ ചാർജ് തരേണ്ടി വരും കേട്ടാ. അവസാനം കണാ വർത്താനം പറഞ്ഞാലേ കൊണം മാറുവേ. പറഞ്ഞത് തിരിച്ചെടുത്തു. ഈ പോക്ക് കണ്ടിട്ട് അത് വേണ്ടി വരുമെന്നാ തോന്നുന്നത്. നമസ്കാരം. സേതുരാമയ്യ. അതെ, ഞാൻ ഫാദർ ഗോമസ്. കണ്ണൂർ ജയിലിൽ നിന്നാ വരുന്നത്. ജയിൽ പുള്ളിയൊന്നുമല്ല കേട്ടോ. പാപത്തെ വെറുക്കാനേ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പാപികളെ അല്ല. ജയിലിൽ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരാൻ അച്ഛൻ ഇടയ്ക്ക് അവിടെ പോകും. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട, ഞാൻ വന്ന കാര്യം പറയാം. അലക്സിനെ, ഈശോ അലക്സിനെ തൂക്കും മരത്തിൽ കയറ്റാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അവന്റെ കേസ് അന്വേഷിച്ചതും വധശിക്ഷ വാങ്ങിക്കൊടുത്തതും CBI ആണ്. കൂട്ടക്കൊല ചെയ്ത അലക്സിന്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത്? അതെ. എവിടെ ഇത് സംഭവിച്ചത്? ഇരണിയൽ നാദാമംഗലം. ഇരണിയൽ 5 പേരും നാദാമംഗലത്തിൽ 2 പേരും. ബാലഗോപാലൻ സാറാ അന്നാ കേസ് അന്വേഷിച്ചത്. ഞാനും ഉണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യാൻ. അന്നത്തെ അലക്സ് അല്ല ഇന്ന്. ആളാകെ മാറി. മരണത്തെക്കുറിച്ച് ഇന്ന് യാതൊരു ഭയവും അവനില്ല. അവൻ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ അവനിപ്പോ വലിയൊരാഗ്രഹം ബാക്കി. താങ്കളെ ഒന്ന് നേരിൽ കാണണമെന്ന്. നിങ്ങളെ നേരിട്ടവന് പരിചയമില്ല, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട്. വലിയ ബഹുമാനവുമാണ്. ഈ അടുത്ത് ഏതെങ്കിലും കോളേജിൽ പോയിരുന്നോ? ഞാൻ പഠിച്ച കോളേജിന്റെ സെന്ററിന് സെലിബ്രേഷന് ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതവൻ പത്രത്തിൽ കണ്ടു. അങ്ങനെയാ നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം അവൻ അറിഞ്ഞത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി ഞാൻ അവന് നിർബന്ധിച്ചു, പറയാനുള്ള കാര്യം എന്നോട് പറഞ്ഞാൽ പോരെ എന്ന്. അതിനവൻ പറഞ്ഞത് അച്ഛന് പോലീസിന്റെ പണി അറിയില്ലല്ലോ എന്നാ. മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ആഗ്രഹം എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം. പ്ലീസ്, ഇറ്റ് ഈസ് ഹിസ് ലാസ്റ്റ് വിഷ്. ചാക്കോ സർ, ഈ അലക്സ് എന്തിനായിരിക്കും എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഒരു പിടിയില്ല സർ. വളരെ ഏബിളായ ഓഫീസറാണ് ബാലഗോപാൽ. എന്നാലും അന്വേഷണത്തിൽ എന്തെങ്കിലും? നെവർ. ഒരു പിഴവും സംഭവിച്ചിട്ടില്ല സർ. ഈ കേസ് എങ്ങനെയാ CBI അടുത്തെത്തിയത്? ആസ് യൂഷ്വൽ. പൗരമുന്നണി, പ്രകടനം, ധർണ, കോടതി ഇടപെടൽ, അവസാനം കേസ് CBIക്ക്. ഈ കേസ് ഒന്ന് ബ്രീഫ് ചെയ്യോ സർ? ഒരുപക്ഷെ ആദ്യമായി ഈ കേസിലാവും CBIയും സ്റ്റേറ്റ് പോലീസും കുറ്റവാളിയുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്തുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം കുറെ പുരോഗമിച്ചതിന് ശേഷമാണ് കോടതി ഉത്തരവനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ കേസ് CBI ഏൽപ്പിക്കുന്നത്.